ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? മുത്തുമണികളെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ കായ ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് എടുക്കുമ്പോൾ നല്ല കടലമാവ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒന്നാണ് കായംപൊടി. അത് ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു വിസ്ക് വെച്ച് ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കൂടി പോയി കഴിഞ്ഞാലും ഇതിൻ്റെ മാവ് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാലും ഇത് ഉണ്ടാക്കിയെടുത്താൽ ശരിയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കണേ, ഒരുപാട് അങ്ങ് ചേർക്കരുത്. പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ അളവും ഒക്കെ ഇതിൽ നല്ല കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വിസ്ക് വെച്ച് നല്ല രീതിക്ക് ഒരു 2-3 മിനിറ്റ് നേരം ഈ മാവ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്പൂണ് വെച്ച് ഇളക്കി കോരിയെടുക്കുന്ന സമയത്ത് സ്പൂണിൽ അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ 2 കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കായ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അത്രയും എടുക്കുക. ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് ഒന്ന് നീളനെ നല്ല നൈസായിട്ടൊന്ന് നീളനെ കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഈ കായ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് തോല് കളയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളയാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത കായയുടെ തോലിങ്ങനെ കളയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പോരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ കായയുടെ 2 സൈഡിലുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന അത്രയും കനത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കനം കൂടി പോവരുത്. കനം കൂടി പോയി കഴിഞ്ഞാലും ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനിതപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കിട്ടണേ. ഇതിന്ന് കൂടിയും പോവണ്ട കുറഞ്ഞും പോവണ്ട കേട്ടോ. ഇതുപോലെ ഓരോ കായും എടുത്തിട്ട് നമ്മുടെ മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയുടെ ചൂട് നല്ലോണം ശ്രദ്ധിക്കണം. കടലമാവിൻ്റെ സ്നാക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ലോണം ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മളത് എണ്ണയിലേക്ക് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എന്നാൽ അത്യാവശ്യം ചൂടുണ്ടായിരിക്കും വേണം, എന്നാൽ ഒരുപാട് അങ്ങ് ആയി പോവുകയും ചെയ്യരുത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, 2ാമത്തെ ട്രിപ്പും അതുപോലെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ കായ ബജിയൊക്കെ അവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ളൊരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുക. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ വിനാഗിരിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ഇത്രയേ ഉള്ളൂ. തട്ടുകടയിൽ നിന്ന് കിട്ടുമ്പോൾ ഇത്ര തന്നെ ഉണ്ടാവലുള്ളൂ കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറില്ല, പക്ഷേ ഞാനിതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ, പച്ച വെളിച്ചെണ്ണ.
അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചായക്കട സ്റ്റൈൽ നമ്മുടെ കായ ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.